ബഡ്ജിസ് വ്ലോഗിൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ വീഡിയോസ് കണ്ടിട്ട് പലരും നല്ല നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു പ്രത്യേകത ഉള്ളത്, ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും കടകൾക്കും ഒന്നും വാതിലുകളോ ജനലുകളോ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമം. ദാ നോക്കിക്കേ, ഈ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഞാൻ. ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുള്ള കടകളാണ്. ഈ കടകൾക്കൊന്നും തന്നെ കതകുകളില്ല, ജനലുകളുമില്ല. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് തൈല അഭിഷേകം. തൈലം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മലയാളത്തിലെ തൈലമല്ല, തൈലം. നമ്മുടെ കൊങ്ങിണിയിലും തേല എന്നാണ് പറയുന്നത്. എണ്ണ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ക്ഷേത്രം എവിടെയാണ്, എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ വാതിലുകളോ ജനലുകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇതാണ് ആ ക്ഷേത്രം, ശനി ക്ഷേത്രം. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലെ വെനേസ താലൂക്കിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പേര് തന്നെ ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ പ്രധാന ക്ഷേത്രമാണ് ഈ ശനി ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിൻ്റെ പേര് തന്നെ ശനി ശിഗ്നാപൂർ എന്നുള്ളതാണ്. അഹമ്മദ് നഗർ നഗരത്തിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഈ ഗ്രാമത്തിലേക്ക് എത്തുവാനായിട്ട്. ഏകദേശം 5 മണിയോടടുപ്പിച്ചാണ് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഞായറാഴ്ച കൂടെയായിരുന്നു. എന്നിരുന്നാലും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. ദൈവാനുഗ്രഹമായിട്ട് കരുതാം. ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടത്തിലൂടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം കവാടങ്ങൾ എന്ന് പറയാം, വാതിലുകളില്ലാത്ത കവാടങ്ങൾ. അപ്പോൾ അങ്ങോട്ടേക്ക് പോയപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് ദേവസന്നിധിയിൽ എത്താനായിട്ട് സാധിച്ചു. നമുക്ക് 2 ഓപ്ഷനുകളാണ് ഇവിടെ ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾ വാങ്ങിച്ച ആ എണ്ണ ഭഗവാന് നേരിട്ട് അഭിഷേകം ചെയ്യാം. അതിന് പെർ ഹെഡ് 500 രൂപയുടെ രസീത് നമ്മൾ വാങ്ങിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ടാങ്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും അവർ അഭിഷേകത്തിന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ 500 രൂപ കൊടുത്ത് നമുക്ക് അഭിഷേകം ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ അത്യാവശ്യം നല്ല ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 10-30ഓളം പേര് അവിടെ ക്യൂ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളും ഒരു ഗ്യാങ്ങായിട്ട് ക്യൂ നിന്ന് കഴിഞ്ഞാൽ തന്നെ അത് ഒന്നുകൂടി സമയം വൈകിപ്പിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളാരും അങ്ങോട്ടേക്ക് നേരിട്ട് അഭിഷേകത്തിന് പോയില്ല. പകരം ഞങ്ങൾ വാങ്ങിച്ച ആ തൈല അഭിഷേകം ചെയ്യാനുള്ള എണ്ണയുടെ കുപ്പികൾ അതിലേക്കാണ് നിക്ഷേപിച്ചത്. ഇവിടുത്തെ ദേവൻ സ്വയംഭുവാണ്. ഭൂമിയിൽ നിന്നും ഒരു കറുത്ത ശിലയുടെ രൂപത്തിൽ പൊങ്ങി വന്നു എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കപ്പെടുന്നത്. ശനീശ്വരനായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടും ഇതിൽ എണ്ണ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആ ശിലാവിഗ്രഹം, സ്വയംഭൂ ആയിട്ടുള്ള ശിലാവിഗ്രഹം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ സ്വയംഭൂ ലിംഗത്തിന് മുകളിലായിട്ട് മേൽക്കൂരകളൊന്നും തന്നെ ഇല്ല എന്നുള്ളത്. അതിന് ഇവിടെ ഇവർ പറയുന്ന ഒരു ഐതിഹ്യമുണ്ട്. അതെന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇവിടെ ഇടയന്മാർ താമസിച്ചിരുന്നു എന്നും അവർ കാട് വെട്ടിത്തെളിച്ചപ്പോൾ ഒരു കല്ലിൽ അവരുടെ ആയുധം കൊള്ളുകയും ആ കല്ലിൽ നിന്നും രക്തമൊഴുകി വരികയും ചെയ്തു. അത് കണ്ട് അവർ ഭയന്നു. ആ കാഴ്ച കാണാൻ ധാരാളം ആളുകൾ കൂട്ടം കൂടി. അന്ന് രാത്രി വളരെ ഭക്തനായിട്ടുള്ള ഒരു ഇടയന് ഭഗവാൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ശനീശ്വരനാണ്. ആ ഭഗവാന്റെ സ്വയംഭൂ ലിംഗമാണ് നിങ്ങൾ കണ്ടത്. ആ സ്വയംഭൂ ആയിട്ടുള്ള ആ കല്ല് അവിടെ നിങ്ങൾ പ്രതിഷ്ഠിക്കണം, ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഇതിന് അമ്പലം പോലെ പണിയണ്ടേ, മേൽക്കൂര പണിയണ്ടേ എന്ന് ആ ഇടയൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ആകാശം തന്നെയാണ് എൻ്റെ മേൽക്കൂര, അതുകൊണ്ട് എനിക്ക് പ്രത്യേകം മേൽക്കൂരകളൊന്നും പണിയേണ്ട കാര്യമില്ല. അതുപോലെ ഇവിടുത്തെ ഗ്രാമത്തിലെ എല്ലാവരെയും ഞാൻ സംരക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു ഗ്രഹങ്ങൾക്കും, അതായത് വീടുകൾക്കോ കടകൾക്കോ ഒന്നും തന്നെ വാതിലുകളോ ജനലുകളോ ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷണം പോയാൽ
ആ മോഷ്ടിക്കുന്ന വ്യക്തിയും മോഷണ വസ്തുവും ഈ ഗ്രാമത്തിൻ്റെ അതിർത്തി വിടാൻ ഭഗവാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അവർക്കുണ്ട്. എന്തിനേറെ പറയുന്നു, അവിടെയുള്ള ബാങ്കിന് പോലും കതകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ഞാൻ ഇതറിഞ്ഞ് അവിടേക്കൊന്ന് പോയി. പക്ഷേ ഞങ്ങൾ എത്തിയ സമയം വൈകിട്ടായതുകൊണ്ട് തന്നെ അവിടെയൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. പക്ഷേ അവിടെയുള്ള ധാരാളം കടകൾ കാണാനായിട്ട് സാധിച്ചു. ആ കടകൾക്കൊന്നും തന്നെ വാതിലുകളോ ജനലുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ കടകൾക്ക് മുന്നിലായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ പോലെ അവരിട്ടിട്ടുണ്ട്. കാരണം പൊടിയൊന്നും അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരുടെ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ കടകളുടെ ചിത്രം ഇതാണ്. ഈ കടയിൽ വാതിലൊന്നും നമുക്ക് കാണാനായിട്ട് കഴിയില്ല. സൂക്ഷിച്ച് നോക്കിയാൽ കടയുടെ മുകളിൽ ഒരു ടർപ്പാള ഇങ്ങനെ ചുറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഭഗവാൻ ശനീശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. തൽക്കാലത്തേക്ക് വിടാം.